പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം അതിലെ 3-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇസ്രായേൽ ജനതയ്ക്കുള്ള ഒരു പ്രവചനമായിരുന്നു, ഒരു വാഗ്ദാനമായിരുന്നു. അവരുടെ തകർക്കപ്പെട്ട അവസ്ഥയിൽ, അവരുടെ മുറിവേൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ, ശത്രുക്കൾ അവരെ പരാജിതരാക്കിയ അവസ്ഥയിൽ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവർ എന്നുള്ള അവസ്ഥയിൽ അവരെ പുനരുദ്ധരിക്കുവാൻ ദൈവം നൽകുന്ന വാഗ്ദാനമാണ്, ഒരു പ്രവചനമാണ്. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു മനോഹര കിരീടമായി, ഒരു രാജകീയ മകുടമായി, അപമാനത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ഇസ്രായേൽ ഉയർത്തപ്പെടുന്ന ഒരു മനോഹരമായ വാഗ്ദാനം. ഇന്ന് ഈ വചനം എന്ത് ആത്മീയ സത്യമാണ് നമ്മളോട് പറയുന്നത്? നാം കടന്നു പോകുന്ന അവസ്ഥകൾ, അപമാനത്തിൻ്റെ, തിരസ്കരണത്തിൻ്റെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകൾ, ഈ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളോട് സംസാരിക്കുകയാണ്. നീ എന്നിൽ ആശ്രയിച്ചാൽ, എൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ, എന്നിലേക്ക് തിരിച്ചു വന്നാൽ നീ എൻ്റെ കയ്യിലെ ഒരു മനോഹരമായ കിരീടമായിരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കും നമ്മുടെ ജീവിതം. അപമാനത്തിൽ നിന്നും നമ്മളെ മഹത്വത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള ദൈവം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും സ്വീകാര്യതയിലേക്ക് ദൈവം ഉയർത്തുന്ന മനോഹരമായ നിമിഷങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഈ അവസ്ഥകളെ, നാം ഇപ്പോൾ കടന്നു പോകുന്ന അപമാനത്തിൻ്റെ തീച്ചുളയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ദൈവത്തിന് ആശ്രയിക്കാം. അനുദപിക്കേണ്ട കാര്യങ്ങളിലെല്ലാം അനുദപിച്ച് ദൈവസന്നിധിയിൽ അഭയം തേടാം, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. തീർച്ചയായും ഈ വാഗ്ദാനം നമ്മളിലും നിറവേറും. എവിടെയെല്ലാം അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം തൻ്റെ മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഉയർത്തും. എവിടെയെല്ലാം നാം തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നാം സ്വീകാര്യതയുള്ളവരായി മാറും. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ പ്രവചനം നമ്മുടെ ജീവിതത്തിലും പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇപ്പോഴത്തെ ഭാരങ്ങളെ, നാം കടന്നു പോകുന്ന അവസ്ഥകളെ ദൈവത്തിന് സമർപ്പിച്ച് ഈ പ്രവചനം നമ്മളിൽ നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥകളും, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും, എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ കയ്യിലെ ഒരു മനോഹരമായ കിരീടമാക്കണമേ, ഒരു രാജകീയ മകുടമാക്കി മാറ്റണമേ. ഈ പ്രവചനം ഞങ്ങളുടെ ജീവിതത്തിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ പ്രാർത്ഥന അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ, വചനത്തിൻ്റെ കൃപയാൽ നിറയട്ടെ. ദൈവം നമ്മളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.